ആപ്കെ അദാലത്തിൽ സ്വാതി റിദംബരയുടെ മേലുള്ള കുറ്റം എന്താണെന്ന് വെച്ചാൽ രാമക്ഷേത്രം എന്ന പേരിൽ മുസ്ലിങ്ങൾ പേടിയുള്ളവരായി മാറുന്നു. റിദംബര മാഡം, ബദ്രുദ്ദീൻ അജ്മൽ ആസാമിലെ വലിയൊരു ലീഡറാണ്. മുസ്ലിംസ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹം മുസ്ലിംസിനോട് പറഞ്ഞിരിക്കുന്നത് 2-3 ദിവസം അയോധ്യയിൽ ഫംഗ്ഷൻ കഴിയുന്നത് വരെ ട്രെയിനിൽ യാത്ര ചെയ്യരുത്, വീട്ടിൽ നിന്നും പുറത്തേക്കും വരാൻ പാടില്ല, ജീവൻ ആപത്ത് സംഭവിക്കാൻ കാരണം BJP മുസ്ലിംസിന് എതിരായ ഒരു പാർട്ടിയാണെന്ന്. രജത് സർ, ഈ ഫംഗ്ഷൻ UP-യിൽ നടക്കുമ്പോ ആ പ്രദേശത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് മസ്ജിദുകൾ ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു കുഴപ്പം പറ്റിയില്ലല്ലോ. ഇതാണ് ഭാരതീയ പാരമ്പര്യം. അതിനെല്ലാവരും മര്യാദ കൊടുക്കുന്നു. എല്ലാവരും ധൈര്യവാന്മാരാണ്. ഇതുപോലെയൊക്കെ പറഞ്ഞ് വിഭജനം ഏർപ്പെടുത്തുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും പറ്റി പറയുകയാണെങ്കിൽ രജത് സർ, ഞാൻ ആദ്യം മുതലേ പറയുമല്ലേ, ഒരാൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ആരെ ഈ നാടിനെ സ്നേഹിക്കുന്നില്ലയോ അങ്ങനെയുള്ളവന് ഈ നാട്ടിൽ ജീവിക്കാൻ എന്തധികാരമാണുള്ളത്? ഇത് താങ്കളുടെ ഒരു അഭിപ്രായമാണ്. പക്ഷെ രാജ്യത്ത് ഓവൈസിയെ പോലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം അവിടെ ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മറക്കില്ലെന്നും അത് സ്വന്തം ഇടമാണെന്നും അദ്ദേഹം പറയുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാലോ രജത് സർ, വിഭജനം ഏർപ്പെടുത്തുന്നതിൽ അദ്ദേഹം സമർത്ഥനല്ലേ? എന്നാൽ ഞങ്ങൾ എപ്പോഴും ഒരുമയാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത് ഞങ്ങളല്ല, അദ്ദേഹം ചെയ്ത പാപങ്ങളാണ്. പറയുകയാണെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സ് അദ്ദേഹത്തിന്റേതുപോലെയല്ല. നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തുകയില്ല, മാത്രമല്ല ആരുടെയും ഭീഷണിക്ക് ഞങ്ങൾ വഴങ്ങുകയുമില്ല. ഇതാണ് ഞങ്ങളുടെ സ്വഭാവം. താങ്കൾ എന്താണ് ഈ പറയുന്നത്? രാമന്റെ അമ്പലം നിർമ്മിക്കുകയും അവിടെ രാമന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഉത്സാഹം മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറില്ലേ? ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവരും ഈ ഉത്സവത്തിൽ പങ്കെടുക്കണം. ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഭാരതീയരല്ലേ? രജത് സർ, ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, അമർ അക്ബർ ആന്റണി എന്ന്? അവരുടെ അച്ഛന്റെ പേരെന്താ? കൃഷ്ണചന്ദ് എന്നല്ലേ? ഇത് നോക്ക്, നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പൂർവികരെ നിങ്ങൾക്കറിയാം. നമ്മൾ ചെയ്യുന്ന പൂജകൾ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ നമ്മുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ്. ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചില നേതാക്കളെ നിങ്ങൾ മറന്നേക്ക്. എല്ലാവരും രഘുനന്ദന്റെ അയോധ്യയിലേക്ക് വന്നു. അതോർക്കുമ്പോ നമുക്ക് കിട്ടുന്നത് സന്തോഷമല്ലേ? OVC സാറിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോ എടുത്തു പറയാം. അദ്ദേഹം മുസ്ലിം യുവാക്കളോട് പറയാണ് എല്ലാരും അലർട്ടായിരിക്കണമെന്ന്. നമ്മുടെ മസ്ജിദ് നമ്മൾ വേണം സംരക്ഷിക്കേണ്ടതെന്ന്. കാരണം രാമന്റെ അമ്പലം കെട്ടിക്കഴിഞ്ഞു, ഇനി അടുത്തതായി ഗ്യാൻ വ്യാപി ചോദിക്കുമെന്ന്. അതല്ലേ ഞങ്ങൾ ആദ്യം മുതലേ ചോദിക്കുന്നത് രജത് സർ. അവിടെ മനുഷ്യനല്ല സാക്ഷി പറയാൻ പോകുന്നത്, അവിടെയുള്ള കല്ലാണ് സാക്ഷി പറയുന്നത്. അവിടെയുള്ള കഥകൾ ആ കല്ല് പറയും. നമ്മുടെ സമൂഹം ഈ സത്യം സ്വീകരിച്ചാൽ അവരു തന്നെ അഭിമാനത്തോടെ ഹിന്ദു സമാജം തിരിച്ചു തരട്ടെ. പിന്നെ ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും സംസാരിക്കില്ല. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, അങ്ങനെ അവർ ചെയ്തില്ലല്ലോ. സത്യം മറച്ചു വെക്കാനാണ് അവർ ശ്രമിച്ചത്. ഹിന്ദു സമാജത്തിന്റെ ധൈര്യം നിങ്ങൾ നോക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രജത് സർ. നമ്മുടെ കൃഷ്ണൻ, ജന്മഭൂമി, പിന്നെ നമ്മുടെ ബാബ വിശ്വനാഥ്, ഈ 3 സ്ഥലല്ലേ നമ്മൾ ചോദിച്ചത്. അതല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ അതിനുവേണ്ടിയും പോരാട്ടം വേണ്ടി വന്നില്ലേ? കോർട്ടിൽ എല്ലാ വാദപ്രതിവാദങ്ങളും നടന്നു. അവിടെ നിന്നാണ് തീരുമാനവും വന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ അമ്പലം പണിതത്. എപ്പോഴാണോ ഞങ്ങൾക്ക് അനുവാദം കിട്ടിയത് അതിനുശേഷമാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അതിനാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. എത്ര വലിയ സമൂഹമാണ് നിങ്ങളെ എതിർക്കുന്നത്. അവരുടെ ധൈര്യത്തെ നിങ്ങൾ ബഹുമാനിക്കണം. എന്നാലെങ്കിലും ആലോചിക്കൂ. നിങ്ങൾ എന്നെ നോക്കൂ രജത് സർ. ആ സ്ഥലം ഒഴികെ വേറെ ഒന്നും ഞങ്ങൾ കൈവച്ചില്ല. രാമൻ ജനിച്ച സ്ഥലത്ത് രാമനെ പ്രതിഷ്ഠിച്ചു. അവിടെയാണ് ഞങ്ങൾ പൂജ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. ലക്ഷക്കണക്കിന് ആളുകൾ ആ സ്ഥലം സന്ദർശിച്ച് തൊഴുതു വലം വെച്ചു വരുന്നു. ആരും അവിടെ വെച്ച് അനീതി പ്രവർത്തിക്കുന്നില്ല. രജത് സർ, ലോകം മുഴുവൻ അറിയാം. ഹിന്ദുവിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അവൻ മൗനമായി ശാന്തമായി ഇരിക്കുന്നതുകൊണ്ട് അവൻ ഭീരുവാണെന്ന് കരുതരുത്. അത് തെറ്റാണ്, ഒരിക്കലും ശരിയല്ല. ഞങ്ങൾ ഋഷിവര്യന്മാരെ സുഹൃത്തുക്കളായി കരുതിയിട്ടുണ്ട്, ബഹുമാനം കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും സംരക്ഷിക്കാൻ, എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ ഞങ്ങളാണ് പഠിപ്പിച്ചത്. കനിവ് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഗുണമാണ്. ഈ സ്വഭാവത്തെയാണ് ഇവർ ഭീരുത്വം എന്ന് വിളിച്ചത്. അതാണ് വലിയ തെറ്റ്. ഇന്ന് ഹിന്ദു ഉയിർത്തെഴുന്നേറ്റു, നിവർന്നു നിന്ന് അധികാരം ചോദിച്ചു വാങ്ങുന്നു, തന്റെ കടമകൾ മറക്കാതെ ചെയ്യുന്നു. ഞങ്ങൾ ഭാരതത്തിൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഈ സമാധാനം എപ്പോഴാ കിട്ടുക? നിങ്ങൾ ഞങ്ങളുടെ അധികാരങ്ങളെ ഒരിക്കലും അവഹേളിക്കാൻ പാടില്ല. ഞങ്ങൾ വലുതായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ രജത് സാർ. മറ്റുള്ളവർ സന്തോഷമായിരിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മാതാവ് ഭാരതത്തിന്റെ കൈകൾ വെട്ടിയത് ഞങ്ങൾ കണ്ടു. ഈ വിഭജനമുണ്ടല്ലോ,
അതെന്തിനു വേണ്ടിയാണ്? ഇത് ആരുടെ പിടിവാശിയാണ്? ആ വിഭജനത്തിലും ഞങ്ങൾ സമാധാനം ആഗ്രഹിച്ചു. കാരണം സമാധാനം നിലനിൽക്കണം. എന്നാൽ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. ആ അതിരാണ് ഇപ്പോ അതിർത്തി ഭേദിച്ചിരിക്കുന്നത്. പറയുന്നത് ഹിന്ദു ഉണർന്നെന്നാണോ? മധുരയുടെ പേരിലും കാശിയുടെ പേരിലും പോരാട്ടങ്ങൾ നടക്കുമെന്നാണോ? ഇല്ല ഇല്ല, അതിന്റെയൊന്നും ആവശ്യമില്ല. അയോധ്യയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാട്ടം നടത്തിയത്. രജത് സർ, സാക്ഷി ഭൂമിക്കടിയിൽ മറയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ കാശി വിശ്വനാഥിലുള്ള നന്ദി മുകളിലേക്ക് തല ഉയർത്തി നിൽക്കുന്നു. നിങ്ങൾ എത്ര കോറിഡോർ കെട്ടിയാലും ഭോലെ ബാബ അവിടെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗുരുജി പറഞ്ഞത് ശരിയാണ്, ഋതംബര ഇപ്പോൾ നിശബ്ദയാണെന്ന്. ആഹാ, അത് നിങ്ങളും കേട്ടിരുന്നോ? എപ്പോഴാ നിങ്ങൾ കേട്ടത്? അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അതുണ്ടല്ലോ, ഞങ്ങളുടെ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ സമരം ചെയ്യേണ്ട കാര്യമില്ല. ആരെങ്കിലും വന്ന് വെല്ലുവിളി നടത്തിയാൽ ഞങ്ങൾ പേടിച്ചിരിക്കില്ലെന്ന് കാണിക്കും. ഞങ്ങൾ ഞങ്ങളുടെ അധികാരത്തിനു വേണ്ടിയാണ് പോരാടിയിരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾ ഗോപുരം കെട്ടിയിട്ടില്ലെന്നു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 500 വർഷക്കാലമായി ഋഷിവര്യന്മാർ തപസ്സിരുന്നിട്ടുണ്ടെന്ന്. അവരുടെ തപസ്സു തന്നെ ഒരു ഗോപുരത്തിന് തുല്യമല്ലേ? ഒപ്പം അവരുടെ ആ ധൈര്യമുണ്ടല്ലോ, അതാണ് കലശം. അതിന്റെ ഗർഭഗ്രഹമാണ് അവരുടെ അധ്വാനം കാണിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഗുരുദേവൻ പറഞ്ഞു, നിന്റെ കടമ നീ കൃത്യമായി നിർവഹിക്കെന്ന്. അതാണ് ഞാൻ ചെയ്തു വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? കുറച്ചു മുന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ഓരോ ഹിന്ദുവും 4 കുട്ടികളെ വീതം പ്രസവിക്കണമെന്ന്. ഇങ്ങനെ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, പറഞ്ഞത് ശരിയാണ്. ഏതുവരേക്കുമെന്നാൽ സമൂഹത്തിൽ ചില കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ജനസംഖ്യ കുറഞ്ഞു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മാത്രമല്ല, ഇന്ത്യക്കാർ 35 വയസ്സിനു മുമ്പ് കല്യാണം കഴിക്കാറില്ല. അങ്ങനെ പോയാൽ ഏതു പ്രായത്തിലാ ഇവർക്ക് കുട്ടികളുണ്ടാവുക? അങ്ങനെ വന്നാൽ നമ്മുടെ പാരമ്പര്യം ആരാണ് കാത്തു സൂക്ഷിക്കുക? ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ പകുതിയെ നിങ്ങൾ പറഞ്ഞുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞത് പോപ്പുലേഷന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരൂ. അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഹിന്ദുക്കളും അങ്ങനെ 4 മക്കളെ പ്രസവിക്കും. നോക്കൂ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം വേറൊരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ പ്രസവിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണോ? തീർച്ചയായും. ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ അധികരിച്ചാൽ എന്താവുക? കാശ്മീരിൽ ഹിന്ദുക്കളെ അപമാനപ്പെടുത്തി തുരത്തിക്കളഞ്ഞില്ലേ? സ്വന്തം വീടും എന്തിന് വ്യാപാരം പോലും ഉപേക്ഷിച്ചവർ ഓടി വന്നില്ലേ? ഇന്ന് ഇന്ത്യയിൽ പല സ്ഥലത്തായി അവർ ജീവിച്ചിരിപ്പുണ്ട്. എവിടെയൊക്കെയോ ഇഷ്ടപ്പെടാത്ത ജീവിതം നയിക്കുന്നു. എവിടെയാണോ അവർ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചത്, അവിടെയും ശത്രുക്കൾ ചെന്ന് ആക്രമിച്ചില്ലേ? അതിനൊക്കെ പോപ്പുലേഷനല്ലേ കാരണം. അതുകൊണ്ട് ഈ സത്യം ഒരിക്കലും മറക്കപ്പെടരുത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാരമ്പര്യം വളരണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാം. ഒരു മറുപടി തരൂ രജത് സർ. അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് മുഴുവനും ഒരേ നിയമം എന്തിനാ ഉള്ളത്? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേ. അല്ലെങ്കിൽ ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് നടക്കണം. അപ്പോൾ താങ്കൾ എന്താണ് കരുതുന്നത്? മോഡി മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ അമ്പലം അവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. ഇനി അടുത്ത നമ്പർ? തീർച്ചയായും ഞാനും ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നതും ഇതാണ്. നമ്മുടെ നാട്ടിൽ അമ്പലങ്ങൾക്ക് വിമോചനം വേണം. നമ്മുടെ നാടിന്റെ പാരമ്പര്യം നശിക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കണം. ഈ നാട്ടിൽ ജീവിക്കുന്നവർ ആരും ഒരു മതത്തെ കണ്ടും ഭയപ്പെടാൻ പാടില്ല. ജാതി മതത്തിനുള്ളിൽ വേർതിരിവ് വരാൻ പാടില്ല. എല്ലാവരും തമ്മിൽ സമത്വത്തോടെ പെരുമാറണം. നീതിയും ന്യായവും ഒരുപോലെ വേണം. ഇപ്പൊ പറ്റിയില്ലെങ്കിൽ 2024-ലും നിങ്ങളെ പ്രധാനമന്ത്രിയാക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത് അപ്പ ചെയ്താൽ മതി.